ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശിശിരി ഇപ്പോൾ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ രാജീവിനെ അവിടെയൊന്നും കാണാനില്ല. ശിശിരി ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ അവിടെയെല്ലാം ഓടി നടന്ന് നോക്കുന്നുണ്ട്. താഴെ ഇറങ്ങി വന്ന് നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് ശിശിര. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ രാജീവ് ഇപ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ശിശിര. രാജീവിന് പതിയെ ഒരു സപ്പോർട്ട് കൂടി നടക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വോക്കർ പിടിച്ച് നടന്ന് വന്നിട്ടുണ്ട് താഴേക്ക്. അതുപോലെ തന്നെ കൈക്കും സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. രാജീവ് കട്ടൻ ചായയൊക്കെ ഇട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാജീവ് ഇപ്പോൾ ഒരു ശിശിരയെ നോക്കുന്നു. ശിശിര ഇപ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നാലും അതിശയത്തോടെ തന്നെയാണ് രാജീവിനെ നോക്കുന്നത് ശിശിര. രാജീവേട്ടാ, ഞാൻ എന്തായി കാണുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ശിശിര ഇങ്ങനെ പറയുന്നുണ്ട്. രാജീവിന് ഇപ്പോൾ വിക്കിയാണെങ്കിലും ചെറുതായി സംസാരിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ നീ എന്താ കരുതിയത്? ഒരിക്കലും ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേക്കില്ലെന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുന്നത് കേട്ട് ശിശിര ചോദിക്കുന്നുണ്ട്. എന്താ രാജീവേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ ഞാൻ എത്ര വഴിപാടുകളും നേർച്ചകളും നടത്തിയെന്നറിയാമോ? ഉടനെ രാജീവ് പറയുന്നുണ്ട്. എനിക്കറിയാം നീ ചെയ്ത പ്രാർത്ഥനയും വഴിപാടും എല്ലാം. അതിനുള്ള സമ്മാനം നിനക്ക് ഞാൻ തരുന്നുണ്ട്. സമയമാകുമ്പോൾ തരാം എന്നും പറയുകയാണ് രാജീവ്. എന്നാലും രാജീവേട്ടൻ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. രാജീവേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്ന കാര്യം, രാജീവേട്ടൻ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ശിശിര പറയുന്നത് കേട്ട് രാജീവ് പറയുന്നുണ്ട്. പിന്നെ എനിക്കത് അറിഞ്ഞൂടെ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇത് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ശിശിര ചോദിക്കുന്നുണ്ട്. അതെന്താ രാജീവേട്ടൻ എന്തോ മനസ്സിൽ വെച്ച് കുത്തി പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ അത് ശരിയായിരിക്കും എന്ന് രാജീവ് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ രാജീവ് സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. മരിച്ചു പോയി എന്ന് കരുതിയ ആൾ ഉയർത്തെഴുന്നേറ്റതല്ലേ, അപ്പോൾ തോന്നും. ഇപ്പോൾ എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് ശിശിരയും പറയുന്നുണ്ട്. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിതൊരു സർപ്രൈസ് കിട്ടുമായിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട്. എന്ന് രാജീവ് പറയുമ്പോൾ എനിക്കിത് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണോ രഹസ്യമാക്കി വെച്ചത് എന്ന് ശിശിരയും ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഇനിയും സർപ്രൈസുകൾ പിന്നാലെ വരും എന്ന് രാജീവ് പറയുന്നു. ഇനി എന്ത് സർപ്രൈസ് എന്ന് ശിശിര ചോദിക്കുമ്പോൾ ഞാൻ മുകളിലേക്ക് റൂമിലേക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട് രാജീവ്. ഇനി എങ്ങനെ പോകും എന്ന് ശിശിര ചോദിക്കുമ്പോൾ ഇങ്ങോട്ടൊറ്റയ്ക്കല്ലേ വന്നത്? ഞാനൊരു പോലീസുകാരനാണ്. വീണു പോയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പലരെയും തിരിച്ചറിയാനും സാധിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പതിയെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകുന്നുണ്ട് രാജീവ്. പറഞ്ഞിട്ട് പോയത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്നൊരു സംശയം. എന്തായാലും ഇനി സൂക്ഷിക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശിശിര. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ അർച്ചനയുടെ ചികിത്സയുടെ 2ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അർച്ചന ഉറങ്ങുകയായിരുന്നു. അപ്പോൾ സ്വപ്നത്തിൽ സച്ചിയെ കല്യാണം കഴിച്ചതും ആ കല്യാണ ദിവസങ്ങളും അന്ന് യാത്ര പറഞ്ഞതും സ്വന്തം സഹോദരനെയും അമ്മയും അങ്ങനെ എല്ലാവരെയും കാണുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ശേഷം അവർ തമ്മിലുള്ള ജീവിതങ്ങളും അവർ ഒരുമിച്ച് യാത്ര പോയതും അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അർച്ചന ഇപ്പോൾ സ്വപ്നത്തിലൂടെ കാണുകയാണ്. പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് സച്ചിയെ കണ്ടിട്ട് സച്ചിയേട്ടാ എന്ന് വിളിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് അർച്ചന. അത് കണ്ട് വളരെയധികം പേടിച്ചപ്പോൾ അർച്ചന എഴുന്നേറ്റ് സ്വാമിജി എന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഈ സമയം അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഉടനെ പറയുന്നു ആ മുറിയിൽ ആരോ എന്നെ വിളിക്കുന്നുണ്ട്, അത് ഞാൻ കേട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഇവിടെ നമ്മളല്ലാതെ മറ്റാരുമില്ല. ഈ സമയം അവിടേക്ക് ഗുരുജി എത്തുന്നുണ്ട്. ഗുരുജി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഗുരുജി സമൃദ്ധയെ മുറിയിൽ ആരോ വിളിച്ചു എന്നാണ് സമൃദ്ധ പറയുന്നത് എന്നിങ്ങനെ സ്റ്റാഫ് പറയുന്നു. ഗുരുജി പറയുന്നുണ്ട് മോൾക്കത് തോന്നിയതാണെന്ന്. അല്ല, എനിക്ക് തോന്നിയതല്ല, ഞാൻ കേട്ടതാണ് എന്ന് പറയുന്നുണ്ട് അർച്ചന. അങ്ങനെ ഗുരുജി ഇപ്പോൾ അർച്ചനയുടെ തലയിൽ കൈവച്ച് ഒന്ന് ധ്യാനിക്കുന്നുണ്ട്. എന്നിട്ട് ഗുരുജി പറയുന്നുണ്ട് നീ കേട്ടതും കണ്ടതും എല്ലാം നിന്നെ തന്നെയാണ്, ഒന്നും ഭയക്കേണ്ടതില്ല. ഓർമ്മയുടെ കിളിവാതിൽ പതിയെ തുറക്കാൻ തുടങ്ങിയതാണ്. ഇതുപോലെയുള്ളതൊക്കെ ഇനിയും സംഭവിക്കും. അതെല്ലാം മനസ്സിൽ പൂട്ടിയിട്ട ഓരോ അറയിൽ നിന്ന് പുറത്തേക്ക് വന്ന് സ്വപ്നം കാണുന്നതാണെന്ന് വിചാരിച്ചാൽ മതിയേ എന്നും പറയുന്നുണ്ട് ഗുരുജി. അങ്ങനെ ഇപ്പോൾ ഗുരുജി ആ സ്റ്റാഫിനോട് ഒരു മരുന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ മരുന്ന് കൊണ്ടുവന്ന് അർച്ചനയ്ക്ക് കൊടുക്കുകയാണ്. അർച്ചന ഇപ്പോൾ ആ മരുന്ന് കുടിക്കുന്നുണ്ട്. ഇനി കേൾക്കുന്ന ശബ്ദങ്ങൾക്കും കാഴ്ചകൾക്കും ഇന്നത്തെ രാത്രി നിർണായകമാണ്, എപ്പോഴും ശ്രദ്ധ വേണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗുരുജി അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ശോഭനയാണ്. ശോഭന വളരെയധികം ടെൻഷനോടെയും വെപ്രാളത്തോടെയും വന്ന് ഇങ്ങനെ അവന്തിയോട് സംസാരിക്കുന്നുണ്ട്. പോയി
എൻ്റെ കുടുംബം പോയി എന്ന് പറയുന്നു. എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക. കൂടെ മൂർത്തിയും നിൽക്കുന്നുണ്ട്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവൾക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടി തുടങ്ങി എന്ന് പറയുന്നു. ഇത് കേട്ട് അവന്തിക ഒന്ന് ഞെട്ടി. എന്താ എന്താ പറഞ്ഞത്? അവന്തികയും ചോദിക്കുന്നുണ്ട്. ഇനി നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അവൾക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടി എന്ന് ശോഭന പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ അവൾക്ക് പഴയതെല്ലാം ഓർത്തോ എന്ന് മൂർത്തി ചോദിക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, അവൾക്ക് പഴയത് ഓർമ്മ വന്ന് തുടങ്ങിയെന്ന്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശോഭന അവന്തികയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് അവന്തിക ഞെട്ടി നിൽക്കുന്നുണ്ട്. വളരെയധികം ടെൻഷനുമാകുന്നുണ്ട്. എന്തുപേരാ വിളിച്ചത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. ഉടനെ ശോഭന പറയുന്നുണ്ട്, അതൊന്നും ഗുരുജി പറഞ്ഞിട്ടില്ല, പഴയത് ഓർക്കാൻ തുടങ്ങിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്വപ്നത്തിൽ അവളെല്ലാം കണ്ടു, ഇതുപോലെ ഓരോരോ കാര്യങ്ങളായി ഓർമ്മ വരുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ശോഭന പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, വേറെന്തൊക്കെ പറഞ്ഞു? പണ്ടത്തെ അവളുടെ ബന്ധുക്കളെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഗുരുജി അങ്ങോട്ടൊന്നും തീർത്ത് പറയുന്നില്ല. ഗുരുജിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ശോഭന പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്തിക മൂർത്തിയോട് ഒരാളോട് വരാൻ പറയുന്നുണ്ട്. അയാളെ ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് മൂർത്തി പറയുന്നത്. കബീർഖാൻ നല്ല മിടുക്കനാണ്, ഇവിടെ വേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും എന്നും പറയുന്നുണ്ട് അവന്തിക. ആര് വന്നാലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ പാടില്ല. ഞാൻ എന്തായാലും മുറിയിലേക്കൊന്ന് ചെല്ലട്ടെ, അവൾ വീണ്ടും എന്തെങ്കിലും ഓർത്താലോ എന്ന് പറയുന്നുണ്ട് ശോഭന. എങ്കിൽ പോയിക്കോളൂ എന്ന് അവന്തിക ശോഭനയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ശോഭന അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം അർച്ചനയുടെ അരികിലേക്ക് ഗൗരി മോള് വരുന്നു. ഗൗരി ഇപ്പോൾ ഒരു പൂ പറിച്ചുകൊണ്ട് അർച്ചനയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഉടനെ അർച്ചന ചോദിക്കുന്നുണ്ട്, ഈ പൂ പറിച്ചത് ആരും കണ്ടില്ലേ എന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗോകുൽ അവിടേക്ക് വരുന്നുണ്ട്. അവിടേക്ക് ഈ സമയം ശോഭനയും വരുന്നു. ഇങ്ങനെ പോയാൽ ഇത് തീക്കളിയാകും, അതുകൊണ്ടാണ് ഞാനിത് വേണ്ട എന്ന് പറഞ്ഞത്. നീ അത് കേട്ടില്ല, ഇനിയിപ്പോൾ എന്തു വന്നാലും എല്ലാവർക്കും കൂടി അങ്ങ് അനുഭവിക്കാം എന്ന് ശോഭന ഇങ്ങനെ ഗോകുലിനോട് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അമ്മ എന്തിന് ഇതെല്ലാം ഇങ്ങനെ നെഗറ്റീവായി കാണുന്നത്? അവളുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിലോ? അമ്മ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും സമൃദ്ധ ഗൗരിയുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട് ഗോകുൽ. അതൊക്കെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെയുള്ളൂ. ഗൗരിയെ മാത്രമല്ല, നിന്നെയും ഓർമ്മ കാണില്ല. അവളുടെ പാട്ടിൽ പോകും, നോക്കിക്കോ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഈ ചികിത്സ നിർത്തണം. എല്ലാം മതിയാക്കി ഇന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതമാണ്, നിന്റെ കുടുംബമാണ് എന്നൊക്കെ ശോഭന ഇങ്ങനെ ഗോകുലിനോട് പറയുന്നുണ്ട്. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, ഇങ്ങനെ രണ്ട് മുഖത്തോടെ അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? സമൃദ്ധയെ കാണുമ്പോൾ ചിരിക്കും, എന്നിട്ട് എന്നോട് പറയും ഒന്നും വേണ്ട എന്ന്. സത്യം പറഞ്ഞാൽ അമ്മ ഇവിടേക്ക് വന്ന് സമൃദ്ധിയുടെ ട്രീറ്റ്മെൻറ്റ് മുടക്കാനാണോ എന്ന് എനിക്ക് സംശയം. ഇപ്പോൾ എന്തൊക്കെ ഓർമ്മ വന്നാലും ഗൗരിമോളെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ല. കാരണം ഗൗരിമോൾ അവളുടെ ജീവൻ്റെ ഭാഗമാണ്. സമൃദ്ധിയുടെ ചികിത്സ മുടക്കാൻ ഇനിയും അമ്മ ഇവിടെ നിൽക്കണമെന്നില്ല. ഒരു ടാക്സി വിളിച്ച് തരട്ടെ എന്ന് ഇങ്ങനെ വളരെയധികം ദേഷ്യത്തോടെ ഗോകുൽ ഇപ്പോൾ ശോഭനയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ സച്ചിയാണ്. സച്ചി നോക്കുമ്പോൾ സന്ദീപ് ഇപ്പോൾ കുടിച്ച് ബോധമില്ലാതെ ഇപ്പോൾ കാറിലേക്ക് കയറാൻ തുടങ്ങുകയാണ്, സന്ദീപിൻ്റെ കാറിലേക്ക്. ഇത് കണ്ട് സച്ചി ഇപ്പോൾ അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് സന്ദീപിനെ വിളിക്കുന്നു. സന്ദീപിനോട് തന്നെ സംസാരിക്കുകയാണ്. എനിക്കറിയാം നിനക്ക് പോകാൻ ധൃതി ഉണ്ടാകും, പക്ഷേ എനിക്ക് ചിലത് നിന്നോട് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് സച്ചി. നിൻ്റെ ഭാര്യയുടെ കുഞ്ഞിൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ അതിനി കോടതിയിലല്ലേ, അത് കോടതി തീരുമാനിക്കട്ടെ. അവളുടെ തലയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം എന്ന് സന്ദീപ് പറയുന്നു. കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്നതല്ല നമ്മുടെ പാരമ്പര്യം എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ രായ്ക്ക് രാമാന് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ ഭാര്യ പോയത് എന്ന് സന്ദീപ് പറയുന്നു. നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ചത് അവളാണ്, ആ അവന്തിക എന്ന് സച്ചി പറയുമ്പോൾ കഴിവുള്ളവർ എവിടെയും ജയിക്കും, അല്ലാത്തവർ ആരുടെയെങ്കിലും ദ്രോഹത്തിൻ്റെ കഥ പറയും എന്ന് സന്ദീപ് പറയുന്നുണ്ട്. അവളുടെ തണലിലാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. അവൾ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും നിന്നെ വേണം, അത് പറയാനാണ് ഞാൻ വന്നത്. മോനെ, നീ കുറച്ച് പക്വതയോടെയും ബുദ്ധിയോടെയും കാര്യങ്ങൾ മനസ്സിലാക്കണം, തെറ്റുകൾ തിരുത്തി നീ എൻ്റെ കൂടെ വരണം എന്നൊക്കെ സച്ചി ഇങ്ങനെ സന്ദീപിനോട് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്, ആരുടെ തെറ്റ് എന്നൊക്കെ സന്ദീപ് ചോദിക്കുമ്പോൾ നിനക്ക് ഭാര്യയെ ഉപേക്ഷിക്കാം, പക്ഷേ അമ്മുക്കുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ കോടതി തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് സന്ദീപും പറയുന്നു. കോടതിയാണോ നിൻ്റെ മകളുടെ കാര്യം തീരുമാനിക്കുന്നത്? നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് സച്ചി പറയുന്നു. ശരി, ഞാൻ വരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അവന്തികേട്ടത്തിക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന് സന്ദീപ് പറയുന്നു. സന്ദീപ്, നിനക്കൊന്ന് ഭ്രാന്താണോ? നിനക്കും കൂടി അവകാശപ്പെട്ട നമ്മുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ, അത് അച്ഛൻ ചോരയും നീരും ആക്കി സമ്പാദിച്ച സ്വത്തുക്കൾ, അതാണ് അവൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നു. എനിക്കെന്തായാലും കുറച്ച് ധൃതിയുണ്ട്, എന്നും കേൾക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ പോകാൻ തുടങ്ങുന്നു. സച്ചി ഇപ്പോൾ സന്ദീപിൻ്റെ തോളിലൊന്ന് പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട് സച്ചിയെ. ഇത് കണ്ട് ഇപ്പോൾ സച്ചി തോളിൽ നിന്നും കൈയെടുക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.